എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജയശങ്കര. എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന സനാതന ധർമാമൃതം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സനാതന ധർമാമൃതത്തിന്റെ 8ാമത്തെ സെഷനാണ്. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആലപ്പുഴ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററായ ശ്രീമതി സരസ്വതി അന്തർജനത്തിന് ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. വക്രതുണ്ട മഹാകായ കോടി സൂര്യ സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവാ സർവകാര്യേഷു സർവദാ. അജ്ഞാനാന്തർ ഗഗനപതിതാം ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാൻ ഭവതവശിഖാ താപപാപസ്യമാനാം മുക്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പദന്തി ശംഭോർമൂർത്തി ശരദി ഭുവനേ ശങ്കരാചാര്യ രൂപാ സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ജയശങ്കര. വളരെ സന്തോഷം സരസ്വതി ഏട്ടത്തി. ഇന്ന് സനാതന ധർമാമൃതത്തിൽ നമ്മുടെ വേദിയെ ഇവിടെ അലങ്കരിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ളത് കോട്ടയം കടിയക്കോലില്ലത്ത് ഡോക്ടർ ശ്രീകാന്ത് കടിയക്കോലാണ്. അദ്ദേഹം ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിൽ മലയാള വിഭാഗം പ്രൊഫസറാണ്. കൂടാതെ 500ഓളം ക്ഷേത്രങ്ങളിൽ താന്ത്രിക വൃത്തി നടത്തുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിനെ ഇവിടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുവാനും മറ്റുള്ള ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാനുമായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഫൗണ്ടർ മെമ്പറായ ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി അവരുകളെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. ജയശങ്കര ജയശങ്കര. അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പദന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാ. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സനാതനധർമ്മ പ്രവർത്തകർക്കും ആദരണീയനായ തന്ത്രിമുഖ്യൻ ഡോക്ടർ ശ്രീകാന്ത് കടിയക്കോലിനെയും ആദരപൂർവ്വം ആദിശങ്കര ഇന്റർനാഷണൽ
ഫൗണ്ടേഷൻ എന്ന നാമധേയത്തിൽ ഞാൻ പാദനമസ്കാരം ചെയ്തു കൊള്ളുന്നു. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന പ്രസ്ഥാനം ഇന്നേക്ക് ആരംഭിച്ചിട്ട് 4 വർഷത്തിന് മുകളിലായി. ഇത് ഭാരതത്തിന്റെ 1882 ചാരിറ്റബിൾ നോൺ പ്രോഫിറ്റബിൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു രജിസ്റ്റേർഡ് ബോഡിയാണ് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ. ഇത് 2021 ഏപ്രിൽ 4 കാലടിയിൽ രജിസ്റ്റർ ചെയ്തു. മുഖ്യ ലക്ഷ്യം ലോകമെമ്പാടും സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെ പ്രചരിപ്പിക്കുക? ആചരണത്തിലൂടെ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് നാം ഇതിനെ സ്ഥാപിച്ചത്. സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കുക, അതുപോലെ തന്നെ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ നമുക്കേവർക്കും പറഞ്ഞു തന്നിരിക്കുന്ന അദ്വൈത സിദ്ധാന്തം ലോകത്തിന് മംഗളം നൽകുവാനായിട്ട് ശങ്കരോതീതി ശങ്കര എന്നാണല്ലോ. അപ്പം മംഗളം നൽകുവാനായിട്ട് ശങ്കരൻ നമുക്ക് പറഞ്ഞു തന്നു. ആ പദ്ധതി ലോകത്തിന് പറഞ്ഞു കൊടുക്കുക എന്നതാണ് നമ്മളുടെയും ഉദ്ദേശം. ഇന്നത്തെ കാലഘട്ടത്തില് സത്യത്തില് ആർഷഭാരതീയ സംസ്കൃതി അല്ലെങ്കിൽ സംസ്കാരം വരും തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്തിൽ നിന്നുമാണ് ഇങ്ങനെയുള്ള ഒരു ഫൗണ്ടേഷന്റെ ജനനം എന്നുള്ളതാണ് വാസ്തവം. ആചരണത്തിലൂടെ എങ്ങനെ ഇതിനെ പ്രാവർത്തികമാക്കാം എന്ന് ചിന്തിച്ചപ്പോൾ ആദ്യമായ വന്ന വികാരം ഭാരതീയ സംസ്കൃതിയെ അറിയണമെങ്കിൽ സംസ്കൃതത്തെ അറിയണം എന്നുള്ളതായിരുന്നു. അങ്ങനെ സുകൃതം സംസ്കൃതം എന്ന നാമധേയത്തില് സംസ്കൃത പഠനം നമ്മൾ യാതൊരു പണവും മേടിക്കാതെ നടത്തി. 2021 മുതൽ 2023 വരെ ഏതാണ്ട് 360 കുട്ടികളെ വളരെ സ്ട്രക്ചേർഡ് സിലബസിലൂടെ നമ്മൾ സംസ്കൃതം ആദ്യ ക്ലാസ്സിൽ പഠിപ്പിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും 2ാമത്തെ സെഷൻ നമ്മൾ തുടങ്ങി. 8 ക്ലാസ്സുകൾക്ക് മുകളിലായി. ഡോക്ടർ ഉമാ വയപ്പുറമാണ് നമ്മളുടെ ആചാര്യ. അതേപോലെ ഡോക്ടർ പ്രൊഫസർ മഞ്ജുഷയായിരുന്നു. 2 പേരും ഉണ്ടായിരുന്നു ആദ്യത്തെ സെഷനിൽ. സുഹൃതം സംസ്കൃതത്തിന് ശേഷം പിന്നീട് നമ്മൾ അദ്വൈത ലഹരി എന്ന നാമധേയത്തില് ഭാരതീയ സംസ്കൃതിയെ വളരെ അടുത്ത് അറിയുക. എന്താണ് കാതലായ വേദം, വേദാംഗങ്ങള്, അതേപോലെ തന്നെ സ്മൃതി, പിന്നീട് പുരാണങ്ങള്, ഇവയെ നമ്മൾ അടുത്തറിയുന്നതിനായിട്ട് പണ്ഡിത വൈദ്യൻ പ്രൊഫസർ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറ് വളരെ ഭംഗിയായിട്ട് എല്ലാ മാസവും ഒരു ഞായറാഴ്ച ക്ലാസ് എടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നേക്ക് ഏതാണ്ട് 3 വർഷത്തിന് മുകളിലായി ഈ ക്ലാസ് തുടരുന്നു. അതുകൂടാതെ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളാൽ വിരചിതമായിരിക്കുന്ന കാവ്യങ്ങളെ അർത്ഥമറിഞ്ഞ് ഉപാസിക്കുന്നതിന് വേണ്ടി അഹം ബ്രഹ്മാസ്മി എന്ന ക്ലാസ്സും നാം പഠിപ്പിച്ചു വരുന്നു. അത് ഞാൻ തന്നെയാണ്. എൻ്റെ പേര് ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി. ഞാൻ തന്നെയാണ് പഠിപ്പിച്ചു വരുന്നത്. അതുകൂടാതെ സ്വാമിനി ജ്ഞാനാഭധിഷ്ഠ ദിഗ്വിജയം എന്ന പേരിൽ ശങ്കരാചാര്യ സ്വാമികളുടെ കൃതികളിലെ താത്വികമായ അവലോകനം ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലുപരി സത്സന്ധ്യ നമ്മൾ നടത്തുന്നുണ്ട്. അതുല്യ ഭാരതം എന്ന നാമധേയത്തിൽ ഭാരതമെമ്പാടുമുള്ള ശ്രേഷ്ഠങ്ങളായ എല്ലാ ഉത്സവങ്ങളും ശ്രേഷ്ഠങ്ങളാണ്. എന്നാലും പ്രധാനപ്പെട്ട ശ്രേഷ്ഠങ്ങളായ ഉത്സവങ്ങളെ നാം ഒന്നിച്ചിരുന്ന് ആഘോഷിച്ചു വരുന്നു. വൈശാഖ പുണ്യമാസം നാം ആചരിക്കുന്നു. രാമായണ മാസം പൂർണ്ണമായിട്ട് നാം ആചരിക്കുന്നു. ഇങ്ങനെ ആചരണത്തില് നമ്മൾ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് 1 മണിക്കൂറോളം ഒന്നിച്ചിരുന്ന് കീർത്തനങ്ങളും ശ്ലോകങ്ങളും എല്ലാവരും ചൊല്ലുകയാണ്. ലോകമെമ്പാടുമായിട്ട് 34ഓളം ചാപ്റ്ററുകളാണ് നമുക്കുള്ളത്. അതുകൂടാതെ ക്ഷേത്രങ്ങളാണ് ഭാരതീയ സംസ്കൃതിയുടെ കാതലായ കേന്ദ്രം എന്നുള്ളത് കൊണ്ട് തന്നെ ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കുന്ന ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തുകയും പുനരുദ്ധരിക്കുന്നതിനുമായിട്ട് ക്ഷേത്രായനം എന്നൊരു പ്രോഗ്രാം നാം നടത്തി വരികയാണ്. ഇതോടൊപ്പം തന്നെ ബാലശങ്കരം വരും തലമുറകളെ വാർത്തെടുക്കുന്നതിനായിട്ട് ഭാരത സംസ്കൃതികളെ പറഞ്ഞു കൊടുക്കാൻ വേണ്ട രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കിക്കാനായിട്ട് ബാലശങ്കരം എന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമും നാം നടത്തുന്നു. ഇങ്ങനെ അനവധി പിന്നീട് മെഡിറ്റേഷൻ ക്ലാസ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്. എല്ലായ്പ്പോഴും ആക്റ്റീവായിട്ട് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും പലതരം നാനാവിധ ആചരണങ്ങളിലൂടെ സനാതനധർമ്മത്തെ നാം
ലോകമെമ്പാടും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സനാതന ധർമാമൃതം എന്ന ഈ ക്ലാസ്സും. ഇന്നേക്ക് ഏതാണ്ട് 10ഓളം അങ്ങേപോലെ ഡോക്ടർ ശ്രീകാന്ത് കടിയക്കോലിനെ പോലെ തന്നെ വിശിഷ്ടരായ അനവധി മഹത്തുക്കൾ ഈ വേദിയിൽ വരികയുണ്ടായി. അവരെല്ലാം സനാതനധർമ്മത്തിനെ അവരുടെ വീക്ഷണകോണുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നു എന്നുള്ള ഒരു സത്യവുമുണ്ട്. അപ്പോൾ കൂടുതലൊന്നും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളുടെ ഉദ്ദേശം ലോകമെമ്പാടും ഭാരതത്തിൻ്റെ ആ സംസ്കൃതി ലോക നന്മയ്ക്ക് വേണ്ടി ശങ്കരാചാര്യസ്വാമികളുടെ കാലഘട്ടത്തില് ബുദ്ധമതവും ജൈനമതവും ഹിന്ദുമതവും എല്ലാം നശിച്ച് നാനാവിധമായിരിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. നമ്മൾ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശി, അജ്ഞാനത്തിൽ ആറാടിയിരിക്കുന്ന ഒരു ജനങ്ങളെ ഉദ്ധരിക്കുവാനായിട്ട് സാക്ഷാൽ പരമശിവൻ ദക്ഷിണാമൂർത്തി ശങ്കരാചാര്യ സ്വരൂപത്തിൽ അദ്ദേഹത്തിന്റെ ധ്യാനത്തിൽ നിന്ന് വിടവിട്ട് ഈ പുണ്യഭൂമിയായ ഭാരതത്തില് കേരളത്തില് കാലടിയിൽ വന്ന് നമുക്ക് വേണ്ടി അവതാരമെടുത്തു. എന്നിട്ട് അദ്ദേഹം 3 പ്രാവശ്യം ഭാരതമെമ്പാടും യാത്ര ചെയ്തു, സനാതനധർമ്മത്തെ ബൗദ്ധിക തലത്തിൽ പുനരുദ്ധരിച്ചു. അതുകൊണ്ട് നമുക്കിന്ന് സനാതനധർമ്മത്തെക്കുറിച്ച് അറിയുവാനും പ്രചരിപ്പിക്കുവാനും ഒക്കെ സാധിക്കുന്നു. അതുതന്നെയാണ് നമ്മളുടെ ലക്ഷ്യം. ഞാൻ അത്യധികം ദീർഘിപ്പിക്കുന്നില്ല. നാം എല്ലാവരും ഡോക്ടർ ശ്രീകാന്ത് കടിയക്കോലിനെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുവാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഒന്നുകൂടി ഞാൻ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ എളിയ ഈ വാക്കുകൾക്ക് ഞാൻ ഉപസംഹരിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും നന്ദി. നമുക്ക് അദ്ദേഹത്തെ വളരെ ശ്രദ്ധയോടുകൂടി, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ്, വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് അദ്ദേഹത്തെ ശ്രവിക്കാം. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ജയശങ്കര ജയശങ്കര ജയശങ്കര. ബഹുമാന്യരെ, ഗുരുഭൂതരെ, സ്നേഹിതരെ, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം ഉണ്ട് ഈ സമയത്ത് നിങ്ങളോട് സംസാരിക്കാൻ. അതിന് കാരണം ഇപ്പോൾ ജ്യോതിഷേട്ടൻ എന്നെ വിളിച്ചിട്ട് സനാതനധർമ്മത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ, എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ പറയണമെന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ ആലോചിച്ചു, സനാതനധർമ്മത്തെക്കുറിച്ച് എത്രയോ പ്രാവശ്യം പലരും പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളവരാണ്, ഞാൻ ഉൾപ്പെടെ, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തു പറയുമെന്ന് ആലോചിക്കുമ്പോൾ പറഞ്ഞത് തന്നെ വീണ്ടും പറയാൻ ഒരു പ്രയാസവും വിചാരിക്കേണ്ട കാര്യമില്ല. അതിന് കാരണം നമ്മൾ കഥകളി കാണുന്നത് പോലെയാണ്. അപ്പൊ കഥകളി നമ്മൾ എത്ര പ്രാവശ്യം, നളയരതം പലവട്ടം കണ്ടാലും അപ്പോഴും പുതുമയാണ്, പുതിയ രീതിയിലുള്ള ആട്ടങ്ങളാണ്. അല്ലെങ്കിൽ നമുക്ക് കഥയറിയാം, കഥാപാത്രങ്ങളെ അറിയാം, ഒക്കെ അറിയാമെങ്കിൽ പോലും അത് പുതുമയാണ് ആകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ കലാരൂപത്തിന്റെ അതിന്റെ മൂല്യം കൊണ്ടാണ്. അപ്പൊ അതേപോലെ മൂല്യമുള്ള ഒരു വസ്തു, ഒരു വിഷയത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും അതും അധികമാവില്ല, എത്ര പറഞ്ഞാലും അത് മതിയാവില്ല, എത്ര കേട്ടാലും മതിയാവില്ല എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ നളയരതം ആട്ടക്കഥ അത് ആരും ചിലപ്പം വലിയ കഴിവില്ലാത്തവരാണെങ്കിൽ പോലും, പഠിച്ചു വരുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർ അവതരിപ്പിച്ചാലും അതിൻ്റെ അകത്തൊരു അതിൻ്റെ ആ കലയുടെ ഒരു മൂല്യം ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നത് പോലെ ആര് സനാതന ധർമ്മത്തെ കുറിച്ച് പറയുമ്പോഴും അത് അതിൻ്റെതായ ഒരു മൂല്യവും ഒക്കെ തീർച്ചയായും അതിനുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആണ്. എന്തായാലും വേണ്ടില്ല, ചില കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. വലിയൊരു പ്രഭാഷണം എന്നുള്ള തലത്തിലേക്ക് ഇതിനെ കാണേണ്ട കാര്യമില്ല. കാരണം ഈ പുതിയ കാലത്ത് എന്താണ് സനാതന ധർമ്മത്തിന്റെ പ്രസക്തി എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സനാതന ധർമ്മത്തിന്റെ പ്രസക്തി ഉണ്ടോ എന്നുള്ളൊരു ചിന്തയാണ് എന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ ഞാൻ എൻ്റെ ചിന്തയിൽ വന്നത്. അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗത്തിലെ സനാതന ധർമ്മം എന്തായിരിക്കും? ഇപ്പൊ നമ്മളിപ്പോ ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോഴിങ്ങനെ ഈ സംസാരിക്കുകയും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒക്കെ ഇരുന്ന് ഇപ്പൊ ചെയ്യുമ്പോൾ ഡിജിറ്റൽ കാലത്ത് ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന ഇത് പൊക്കിപ്പിടിച്ചുകൊണ്ട് നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായും ഉണ്ടാവാം. അപ്പൊ എന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ച ആ ബഹുമാന്യ വ്യക്തി, അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു വലിയൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് സനാതന ധർമ്മത്തെ കുറിച്ച് പറയുകയല്ല ചെയ്യുന്നത്, അത് പ്രവൃത്തിയിലൂടെ കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ അതിനെ വളർത്തിയെടുക്കുക, പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അതായത് ഈ ഡിജിറ്റൽ യുഗത്തിന്റെ പ്രത്യേകത അവനവനിലേക്ക് തന്നെ ഒതുങ്ങുന്ന ഒരു കാലമാണ് ഇത്. അതായത് സെൽഫിയുടെ കാലം എന്നൊക്കെ പറയുന്നത് അവനവനിലേക്ക് തന്നെ ഒതുങ്ങുകയാണ്. സ്വന്തം കാര്യം മാത്രം
നോക്കി ജീവിക്കാൻ മനുഷ്യൻ പഠിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു കാലത്ത് ഒരു മറ്റൊരുവനെ അല്ലെങ്കിൽ ഒരു അപരനെ അല്ലെങ്കിൽ പിന്നെ വേറൊരാളെ ഒരു പരിഗണിക്കുക എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമായി കാണേണ്ടതുണ്ട്. അത് കൺസിഡർ ചെയ്യുക എന്നുള്ളത്, അതായത് സഹജീവിയെ പരിഗണിക്കുക. അതായത് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെയും നമുക്ക് അയാളോട് ഒരു വിരോധം തോന്നിയാൽ ഏറ്റവും അയാളെ ഏറ്റവും കൂടുതൽ താഴ്ത്തിക്കളയാൻ പറ്റുന്ന ഏറ്റവും കാര്യം എന്ന് പറയുന്നത് അയാളെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരാളെ പരിഗണിക്കാതെ വിടുക, ഒന്നും മിണ്ടണ്ട, അയാളെ മൈൻഡ് ചെയ്യാതെ വിടുമ്പോൾ ഉണ്ടാകുന്ന അതാണ് ഒരാളെ ഉപദ്രവിക്കുന്നതിലും കൂടുതൽ അയാളെ ദ്രോഹിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ നമുക്ക് ഇപ്പോൾ ഈ പുതിയ കാലത്ത് ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്, അതായത് ഒരു പരിഗണന കിട്ടുന്നില്ല ലോകത്തിൽ മനുഷ്യന് എന്നുള്ളത് വലിയ ഘടകമാണ്. ഒരാളെ പരിഗണിക്കാതിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത്. ഈ ദ്രോഹം നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് ഞാൻ ക്ലാസ് മുറിക്കുള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴാകട്ടെ, കോളേജിന്റെ ക്യാമ്പസിലൂടെ നടക്കുമ്പോഴാവട്ടെ, ചില അമ്പലങ്ങളിൽ തന്ത്രത്തിന് പൂജകൾക്കോ പോകുമ്പോഴാവട്ടെ, ഇത് ഞാൻ എൻ്റെ ഒരു പ്രവർത്തന പദങ്ങളിലെല്ലാം, എൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം ഞാൻ പല തരത്തിലുള്ള മനുഷ്യരെ കാണുമ്പോൾ എന്നെ കണ്ടാൽ ഉടനെ തന്നെ അല്ലെങ്കിൽ ആരെ കണ്ടാലും ഉടനെ വന്ന് കൈകൂപ്പി നമസ്കരിക്കണം എന്നുള്ളതല്ലല്ലോ. അതിനപ്പുറത്തേക്ക് ഞാൻ ഒരാളെ കാണുമ്പോൾ പിന്നെ ആ വ്യക്തിയെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയെ നാം പിന്നെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളിടത്താണ് ആ രണ്ടു പേർക്കും അല്ലെങ്കിൽ ഉള്ള മഹത്വം വ്യക്തമാകുന്നത്. ഈ മഹത്വത്തെക്കുറിച്ച്, അതായത് അപരനെ പരിഗണിക്കാതിരിക്കുന്ന ഒരു വലിയൊരു അവസ്ഥയിൽ അപരനോട് കാണിക്കേണ്ട ഒരു പരിഗണന കാണിക്കാതിരിക്കുന്ന ഒരു പുതിയ കാലത്ത് നിൽക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ധർമ്മത്തെ പ്രവൃത്തിയിലൂടെ കൊണ്ടു നടക്കുകയാണ്, അല്ലെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്നെനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ തോന്നുമ്പോൾ നമുക്കറിയാം, സനാതനം എന്ന് പറയുന്ന വാക്ക്, അതിന്റെ അർത്ഥതലങ്ങളിലേക്കൊന്നും ഞാൻ വളരെ വിശദമായി കടന്നു പോകുന്നില്ല. സനാതനം എന്നൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. പുരാതനം എന്നും നൂതനം എന്നും ഒക്കെ നമുക്കറിയാവുന്ന വാക്കുകളാണ്. അതിന്റെ അർത്ഥതലങ്ങളും നമുക്കറിയാവുന്നതാണ്. സനാതനം എന്ന് പറഞ്ഞാൽ നശിക്കാത്തതാണെന്നും അത് എപ്പോഴും പുതുമയുള്ളതാണെന്നും എപ്പോഴും നിലനിൽക്കുന്നതാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പല വേദികളിൽ നമ്മൾ കേൾക്കുകയും നമ്മൾ അറിയുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് സനാതനം എന്ന് പറയുന്നത്. നിരന്തരം എന്തു പുതുക്കുന്നു എന്നുള്ളതിൽ അടുത്താണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം ഇവിടെ നിലനിൽക്കുന്നത്. എന്താണ് നിരന്തരം പുതുക്കേണ്ടത് എന്നുള്ളതൊരു വിഷയമാണ്. അല്ലെങ്കിൽ നശിക്കാതെ ഇരിക്കേണ്ടത് എന്താണ്, സനാതനമാകേണ്ടത് എന്താണ് എന്നുള്ളിടത്താണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിലനിൽക്കുന്നത്. അപ്പൊ ധർമ്മമാണ് നശിക്കാതിരിക്കേണ്ടത്, ധർമ്മമാണ് നിരന്തരം പുതുക്കപ്പെടേണ്ടത് എന്ന് പറയുമ്പോൾ ധർമ്മം എന്ത് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ആ ധർമ്മമാണ് നമ്മുടെ പ്രാപഞ്ചിക ക്രമം, പ്രാപഞ്ചിക ജീവിത രീതി എന്ന് പറയുന്നത് ധർമ്മം ആണ്. അപ്പൊ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഒരു മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ജീവിതം നയിച്ചു പോകേണ്ടത്, എന്ത് ധാർമ്മികതയാണ് ആ മനുഷ്യൻ ഉണ്ടാവേണ്ടത്, ഇത്തരത്തിലുള്ള ഘടകങ്ങളും ആത്മീയമായ ഉണർവ് ആ ഒരു വ്യക്തിയിൽ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്, ഇത്തരത്തിലുള്ള പല ഘടകങ്ങളും ചേർന്നതാണ് ധർമ്മം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ധർമ്മം എന്ന് പറയുന്ന ഒരു പെരുമാറ്റ രീതിയാണ് എന്ന് പറയാം. അപ്പൊ ആ പെരുമാറ്റ രീതിയെ കുറിച്ച് തന്നെയാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരാളോട് പെരുമാറേണ്ടത് എന്നുള്ളത്. ഇത് കേവലം ഒരു നിയമമായി നമ്മൾ വെക്കേണ്ട കാര്യമുള്ള ഒരു നിയമം സംഹിത മാത്രമല്ല. ചില കടമകൾ, മനുഷ്യനുണ്ടാകുന്ന ചില കടമകളുണ്ട്, ചില നല്ല ഗുണങ്ങളുണ്ട്, എനിക്ക് എൻ്റെ ചില അവകാശങ്ങളുണ്ട്. ഇതൊക്കെ ഈ ധർമ്മത്തിൽ പെടുന്നതാണ്. അപ്പോൾ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം അവകാശങ്ങളെ സംരക്ഷിക്കുക, സ്വന്തം കടമകൾ നിറവേറ്റുക, നല്ല സദ്ഗുണങ്ങൾ അനുഷ്ഠിക്കുക, ഇത്തരത്തിൽ
സ്വധർമ്മം നിറവേറ്റിക്കൊണ്ട് പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതം, ജന്മം എന്ന് പറയുന്നത് സഫലമായി വരുന്നത്. അപ്പൊ അത്തരത്തിൽ സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്ന ആൾ എല്ലാവിധ ഗുണങ്ങളും ഉള്ള വ്യക്തി തന്നെയായിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ ധർമ്മം എന്ന് പറയുന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് തന്നെയാണ്. അതായത് പ്രാപഞ്ചിക ക്രമമാണ്, അല്ലെങ്കിൽ പ്രാപഞ്ചിക നിയമമാണ്, അല്ലെങ്കിൽ പിന്നെ സ്വന്തം കടമകൾ നിർവഹിക്കലാണ്, ഒക്കെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഈ ധർമ്മം പഴയ കാലത്ത് മാത്രമുള്ളതല്ല, ഇനി വരാനുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കേണ്ടത് മാത്രമല്ല, ഇപ്പോൾ നിലനിൽക്കുന്നതും എല്ലാ കാലത്തും നിലനിൽക്കുന്നതും എപ്പോഴും നിലനിന്നു പോകേണ്ടതുമായ ഒരു ജീവിത ക്രമമാണ് ഈ ധർമ്മം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റാരുമല്ല, ശങ്കരാചാര്യ സ്വാമികൾ തന്നെയാണ്. ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് ധർമ്മം എന്ന് പറയുന്നത് സാമൂഹിക വ്യവസ്ഥിതിയെ ഉത്തമമാക്കുകയും എല്ലാവരുടെയും ജീവിതത്തിൽ അഭിവൃദ്ധിയും ആത്മീയ വളർച്ചയും ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒന്നാണ് ധർമ്മം എന്ന് പറയുന്നത്. അതായത് സാമൂഹിക വ്യവസ്ഥിതിയെ ഉത്തമമാക്കുന്ന, എല്ലാവരുടെയും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കുന്ന, ആത്മീയമായ വളർച്ചയുണ്ടാക്കുന്ന ഒന്നിനെയാണ് ധർമ്മം എന്ന് വിളിക്കേണ്ടത് എന്ന് ശങ്കരാചാര്യ സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ധർമ്മം എന്ന് പറയുന്നത് ഒരു ആത്മാനുഭൂതിയാണ് എന്നർത്ഥം. ആത്മാവിൻ്റെ അനുഭൂതിയാണ് ധർമ്മം. അപ്പോൾ സനാതന ധർമ്മം എന്ന് പറയുന്നത് ആത്മാനുഭൂതിദായകം തന്നെയാണ്. നശിക്കാത്ത, നിരന്തരം നിലനിൽക്കുന്ന, നിത്യനൂതനമായ, ആത്മാനുഭൂതിദായകമായ ജീവിത വ്യവസ്ഥയാണ് സനാതന ധർമ്മം. ഇത് ഇക്കാലത്തും പ്രസക്തമാണ്. അത് ഏത് ഡിജിറ്റൽ യുഗത്തിലും അത് പ്രസക്തമാകുന്നു. ഏത് പുതിയ കാലത്തും പഴയ കാലം അങ്ങനെ ഒരു വിഷയം ഇവിടെ ഉദിക്കുന്നില്ല. അപ്പോൾ നിത്യനൂതനമായ ഒരു ജീവിത രീതി പുതിയ കാലത്ത്, നൂതനമായ കാലത്ത് അത് പ്രസക്തമായി വരും, സ്വാഭാവികമാണ്. പക്ഷേ ഈ സനാതന ധർമ്മം എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ വളരെ തെറ്റിദ്ധാരണകൾ പുതിയ കാലത്ത് ഉണ്ടായി വരും. എന്താണ് ആ തെറ്റിദ്ധാരണയ്ക്ക് ഉണ്ടാകുന്ന കാരണം? എന്താണ്? ഈ ഇടയ്ക്ക് തന്നെ വളരെ അടുത്ത സമയത്ത് വീണ്ടും അത് ഉയർന്നു കേൾക്കുന്നതുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായിട്ട് ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ ഇവിടെ നടക്കുമ്പോൾ സനാതന ധർമ്മത്തെ പിന്നെ കൊറോണ, ഡെങ്കു ഇതിനെയൊക്കെ ഉപമിച്ചയാളാണ്. ഇതൊക്കെ ഇവിടെ സനാതന ധർമ്മം അകറ്റി നിർത്തേണ്ടതല്ല, മാറ്റി നിർത്തപ്പെടേണ്ടതല്ല, നിർമാർജനം ചെയ്യേണ്ടതാണെന്നൊക്കെ തുടങ്ങിയ ചില വാദികൾ ഇതികളൊക്കെ പറയുന്നത് കേട്ടു. സത്യത്തിൽ അത് രാഷ്ട്രീയമായി മാത്രം അതിനെ കണ്ടു നമ്മൾ തള്ളിക്കളയേണ്ടതാണ്. അതിനെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ പരിഗണിക്കാതിരിക്കാനാണ് നിവൃത്തിയുള്ളൂ. പരിഗണിക്കുക പോലും വേണ്ട, അതാണ് തള്ളിക്കളയുകയാണ് ചെയ്യേണ്ടത്. അതിന് കാരണം എന്താണ് പറയുന്നതെന്നോ എന്താണ് പ്രവർത്തിക്കുന്നതെന്നോ അറിയാതെ എന്തെങ്കിലും ഒരു വാക്കിന്റെ പിന്നാലെ പിടിച്ചിട്ട് അതിന് പിന്നെ അത് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്നതാണ് എന്ന് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ സനാതന ധർമ്മം എന്ന് പറയുന്നത് ഹിന്ദു ധർമ്മമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെയായി മാറുന്നത്. സത്യത്തിൽ സനാതന ധർമ്മം ഹിന്ദു ധർമ്മമാണോ, അല്ലെങ്കിൽ ഹിന്ദു മതത്തിന് വേണ്ടിയുള്ളതാണോ സനാതന ധർമ്മം എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം കടന്നു വരുന്നുണ്ട്. എന്താണ് ഹിന്ദു, ആരാണ്, അല്ലെങ്കിൽ ആരാണ് ഹിന്ദു, ഹിന്ദു ധർമ്മം എന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ട്. വൈ ഐ ആം നോട്ട് എ ഹിന്ദു, കാഞ്ചായലയുടെ പുസ്തകം, ഞാൻ എന്തുകൊണ്ട് ഹിന്ദു ആകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഹിന്ദു അല്ല തുടങ്ങിയ ഒരു ദളിത് ആക്ടിവിസ്റ്റായ കാഞ്ചായുടെ ബുക്ക് വളരെ പ്രശസ്തമായ ഒരു പുസ്തകം തന്നെയാണ്. അപ്പം അതിൻ്റെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ഹിന്ദു ആരാണെന്ന് പറയുന്നതിൻ്റെ അടുത്ത് പ്രശ്നമാണ്. അല്ലെ ഹിന്ദു ഒരു മതമായി ചിത്രീകരിക്കുന്നതിൻ്റെ അകത്തെ ഒരു പ്രശ്നമാണ്. അപ്പൊ ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമല്ലെന്നും ഇത് ഒരു ജീവിത രീതിയാണെന്നുമുള്ള ഒരു പരക്കെ അംഗീകരിക്കപ്പെട്ടുള്ള ഒരു കാര്യം, അവിടെയാണ് നമ്മുടെ ഈ സനാതന ധർമ്മത്തെ ചേർത്ത് വെക്കേണ്ടത്. സനാതന ധർമ്മവും ഒരു ജീവിത രീതിയാണ് എന്നത് പറയുന്ന പോലെ ഹിന്ദു എന്ന് പറയുന്നതും ഒരു
പിന്നെ ഒരു ജീവിത രീതി തന്നെയാണ് ഹിന്ദു എന്ന് പറയുന്നത്. ഈ ഹിന്ദു വിരുദ്ധ കണ്ണട എടുത്തു വെച്ചുകൊണ്ട് ഇതിനെ നോക്കിയാൽ സ്വാഭാവികമായും സനാതനധർമ്മവും ഒക്കെ അകറ്റി നിർത്തപ്പെടേണ്ടതാകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നിങ്ങൾ ആ കണ്ണട മാറ്റിയിട്ട് ഒരു നിങ്ങൾ വായിച്ചു നോക്കുക, അല്ല ആ കണ്ണട ഒന്ന് മാറ്റി വയ്ക്കും. എന്നിട്ട് ഹിന്ദു ആരാണെന്നും ഹിന്ദു ധർമ്മം എന്താണെന്നും സനാതനധർമ്മം എന്താണെന്നും ഒക്കെ നിങ്ങൾ പഠിച്ചു നോക്കൂ. അപ്പോൾ മനസ്സിലാകും ഇതൊന്നും അകറ്റി നിർത്തപ്പെടേണ്ടതോ നിർമാർജനം ചെയ്യേണ്ടതോ അല്ല. നമ്മളോടൊപ്പം ചേർത്ത് നിർത്തേണ്ട മനുഷ്യനോടൊപ്പം ചേർത്ത് നിർത്തേണ്ടതാണ് ഈ സനാതനധർമ്മം എന്ന് സ്വാഭാവികമായും മനസ്സിലാകും. അവിടെ ഹിന്ദുധർമ്മം എന്ന് പറയുന്നത് സാമൂഹിക വ്യവസ്ഥിതിയുടെ ഹൈന്ദവ സാമൂഹിക വ്യവസ്ഥയെ ഉത്തമമാക്കുന്ന ഒന്നാണ് എന്നർത്ഥം. അതായത് എല്ലാവരുടെയും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കുന്ന, എല്ലാവരെയും ഒരേപോലെ കാണുന്ന, ജീവിതത്തെ സമൃദ്ധമാക്കുന്ന, ജീവിതത്തെ പിന്നെ ആത്മീയമാക്കുന്ന ഒന്നായി ഹൈന്ദവ അല്ലെ ഹിന്ദു എന്ന് പറയുന്ന ഒരു ധർമ്മം, ഹിന്ദു ധർമ്മം മാറുന്നു എന്നർത്ഥം. സത്യത്തില് ഇത് തന്നെയാണ് സനാതന ധർമ്മവും അല്ലെങ്കിൽ ഹിന്ദു ധർമ്മവും സനാതന ധർമ്മവും ഒന്നാകുന്നത് അവിടെയാണ്. അപ്പൊ ഹിന്ദു എന്ന് പറയുന്ന പദത്തെ നമുക്കറിയാം. ഹിന്ദു ധർമ്മം അല്ലെങ്കിൽ സനാതന ധർമ്മം അല്ലെങ്കിൽ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് ഏകദേശം 4000 വർഷത്തിലധികം പഴക്കമുള്ള, ക്രിസ്തുവിനൊക്കെ മുമ്പേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ളൊരു സംസ്കാരമാണ് സിന്ധു നദിയുടെ സംസ്കാരം. ഭാരതത്തിന്റെ സംസ്കാരമാണ്. ഈ സംസ്കാരത്തിന്റെ ജീവിത രീതിയാണ് അല്ലെങ്കിൽ പെരുമാറ്റ രീതിയാണ് ഹൈന്ദവ സംസ്കൃതി. അത് തന്നെയാണ് ഹിന്ദു എന്ന് പറയുന്ന വലിയ പാരമ്പര്യം. അതുതന്നെയാണ് സനാതന പാരമ്പര്യം. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഈ ഭാരതത്തിൽ, ഈ അഖണ്ഡ ഭാരതത്തിൽ സനാതനധർമ്മവും ഹിന്ദുധർമ്മവും ഏറെക്കാലം നിലനിന്നിരുന്നതാണ്, ഇനിയും നിലനിൽക്കുക തന്നെ ചെയ്യും. ഇവിടെ അതിന് ജാതി മത വർഗ വർണ്ണ ഭേദങ്ങളില്ല എന്ന് തന്നെ പറയുന്നത്. ഈ ഒരു ജീവിത രീതിക്ക് ജാതി മത വർഗ വർണ്ണ ഭേദങ്ങൾ ഒട്ടുമേ ഇല്ല. പിന്നെ എന്ത് വേണം? പിന്നെ എന്താണ് വേണ്ടത്? ഇവിടെ എന്നോട് വല്ലതും പറഞ്ഞതാണോ? അല്ല അല്ല അല്ല, ദയവായി എല്ലാവരും മൈക്കൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണേ. ശരി ശരി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ ഇത്രയും 4000-ഓളം വർഷം പഴക്കമുള്ള ഈ ഹിന്ദുധർമ്മത്തെ അനുസരിക്കുക അല്ലെങ്കിൽ ആ ഹിന്ദുധർമ്മത്തിന്റെ രീതിയിൽ ജീവിക്കാൻ പിന്നെ പ്രാപ്തമുള്ള അല്ലെങ്കിൽ ജീവിക്കാൻ താല്പര്യമുള്ള, ജീവിക്കാൻ കഴിയുന്ന ആർക്കും ഈ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കാം. അല്ലെങ്കിൽ അവരെല്ലാവരും ഹിന്ദു തന്നെയാണ്. അവിടെ ഇതര ജാതി മത വ്യവസ്ഥിതികൾക്കൊന്നും പ്രസക്തിയില്ല. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്റെ കടമയും ധർമ്മവുമാണ്, ഓരോരുത്തരുടെയും പെരുമാറ്റ രീതിയുമാണ് ഇത് നിർണ്ണയിക്കുന്നത്. ഞാൻ ഹിന്ദുവാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതവും അതിൻ്റെ പെരുമാറ്റ രീതികളും ഒക്കെയാണ്. അതല്ലാതെ ഇവിടെ ജാതി മത വർഗീയതകൾ പറഞ്ഞുകൊണ്ട് പരസ്പരം കലഹിക്കലല്ല എന്നർത്ഥം. അപ്പൊ എന്താണ് ഹിന്ദു ധർമ്മം? എന്താണ്? അല്ലെങ്കിൽ ആ ഹിന്ദുധർമ്മത്തെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ എന്തായിരിക്കണം ഹിന്ദുധർമ്മം? അപ്പം മറ്റിതരം ലോകത്തിൽ ധാരാളം മതങ്ങൾ ഉണ്ട്. മറ്റ് ഇതര മതങ്ങളെ പോലെ വേദങ്ങളിൽ നിന്ന്, ഉപനിഷത്തുകളിൽ നിന്ന് ഒക്കെയാണ് അല്ലെങ്കിൽ ഋഷിവര്യന്മാർ ഉപദേശിച്ചു തന്ന, ഋഷിവര്യന്മാർക്ക് സിദ്ധമായ കാര്യങ്ങളാണ് നമുക്ക് അവർ തലമുറകളായി പകർന്നു കൊടുത്ത ജീവിത ചര്യകളാണ് ഹിന്ദുധർമ്മമായി വരുന്നത്. അത് ഇവിടെ ഇതിന്റെ അർത്ഥം ഇത് വലിയൊരു പാരമ്പര്യമാണ് എന്നർത്ഥം. വിവിധ പാരമ്പര്യങ്ങളുടെ സമന്വയമാണ്
ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത്. വേദങ്ങളിലൂടെ, പുരാണങ്ങളിലൂടെ, ഇതിഹാസങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന ഹൈന്ദവ വിശ്വാസമാണ് ഉള്ളത്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയിലേക്ക് ഞാനിവിടെ അതിനെ കൊണ്ടുവരികയാണ്. വിശ്വാസം എന്ന് പറയുന്ന പദം അവിടെ എഴുതും. ഇപ്പൊ ഭക്ഷണം സ്വാഭാവികമായും കടന്നു വരുന്നത്. ക്ഷേത്ര വിശ്വാസിയാണോ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നവര് അവിടെ വഴിപാട് കഴിക്കുന്നു, അവിടുത്തെ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു, അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുന്നു ഒക്കെ ചെയ്യുമ്പോൾ അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായി ക്ഷേത്ര വിശ്വാസം എന്ന് പറയും. അതിനപ്പുറത്തേക്ക് മറ്റൊരു വിശ്വാസം ഇവിടെ ഉണ്ട്, ഒരു ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുക എന്ന് പറയും. ഹിന്ദുവിന്റെ ധർമ്മം എന്ന് പറയുന്നത് ആ ജീവിതക്രമം വിശ്വസിക്കുക, അല്ലെങ്കിൽ മരണം, അല്ലെങ്കിൽ ആ പുനർജന്മം, ആത്മാവ്, ജീവാത്മാവ്, പരമാത്മാവ് തുടങ്ങിയ കാര്യങ്ങൾ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഹിന്ദു ധർമ്മത്തിൽ, അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിന്റെ ഒരു അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണം എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള കുറെ ഘടകങ്ങളാണ്. ഇപ്പം ക്ഷേത്ര വിശ്വാസമോ ഒക്കെ ഒരു തലത്തിൽ നിൽക്കുമ്പോൾ ഒരു ജീവിതക്രമവും, അല്ലെങ്കിൽ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ, മരണാനന്തര കാര്യങ്ങൾ, അതിനുശേഷമുള്ള പുനർജന്മത്തെക്കുറിച്ചുള്ള വിഷയങ്ങൾ, ജീവാത്മാവ്, പരമാത്മാവ് തുടങ്ങിയ ഘടകങ്ങൾ, ഇതൊക്കെ കടന്നു വരുന്ന മറ്റൊരു തരത്തിലുള്ള ഒരു വിശ്വാസത്തിന്റെ ഒരു ഘടകം. കർമ്മത്തെക്കുറിച്ചുള്ളൊരു വിശ്വാസം. ഇപ്പൊ കർമ്മം ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും കർമ്മത്തിന്റെ ഫലം സ്വാഭാവികമായും കിട്ടുമെന്നും അത് ഈശ്വരൻ തരുമെന്നും, നല്ല കർമ്മങ്ങൾ ചെയ്താൽ നല്ല കാര്യം കിട്ടുമെന്നും, മോശമാണ് ചെയ്യുന്നെങ്കിൽ ആ കർമ്മത്തിന് മോശമായ ഫലം കിട്ടുമെന്നും, ഇത്തരത്തിലുള്ള പല വിശ്വാസങ്ങൾ ഒരു തരത്തിൽ നിൽക്കുകയും മറ്റൊരു തരത്തിൽ 30 കോടി ദേവന്മാരെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുകയും അവിടുത്തെ ചില ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. ഇത്തരം രണ്ട് തരത്തിലുള്ള വിശ്വാസത്തിന്റെ ഒരു ഘടകം ഹിന്ദു ധർമ്മത്തിന് നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ആദ്യം പറഞ്ഞ അമ്പലവുമായി ബന്ധപ്പെട്ട വിശ്വാസത്തെയാണ് പലപ്പോഴും പലതരത്തിലും ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഘടകത്തിലും ഇല്ല എന്നല്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ചില വിഷയങ്ങളിൽ ആചാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രശ്നമുണ്ടാകും. പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പാരമ്പര്യമായി നമുക്ക് കിട്ടിയിട്ടുള്ള ചില അറിവുകളെ പുതിയ കാലത്തെ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാൻ വേണ്ടി നമ്മളങ്ങ് ശ്രമിക്കുന്നത്. ഇപ്പൊ കർക്കിടക വാവിന് ബലിയിടാൻ പോകുമ്പോൾ അതിനെ വേറെ തരത്തിൽ സയൻസുമായിട്ട്, പുതിയ ആധുനിക സയൻസുമായിട്ട്, ഫിസിക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി അതങ്ങനെ ഒരു ഉണ്ടോ, ആത്മാവ് വരുന്നതാണോ, കാക്ക, അങ്ങനെ ഇത്തരത്തിലുള്ള കുറെ ചോദ്യങ്ങളൊക്കെ വരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ എനർജി, പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു, നെഗറ്റീവ് എനർജിയാണ്, ഇങ്ങനെയുള്ള പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും സുവോളജിയും ബോട്ടണിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ആചാരങ്ങളെ കുറിച്ചും നമ്മുടെ പൂജകളും ഒക്കെ, ഗണപതി ഹോമം നടക്കുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ പുകയിടയിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനെയൊക്കെ കുറെ സാധനങ്ങളൊക്കെ പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് എന്തിനാ യഥാർത്ഥത്തില്? അല്ലെങ്കിൽ സയൻസ് പറഞ്ഞാലേ, അല്ലെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പറഞ്ഞെങ്കിലേ ഇതും ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നതോ, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പരമ്പരാഗതമായ ആചാരങ്ങളെക്കാൾ മുൻപന്തിയിൽ ഏറ്റവും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതോ സയൻസിനാണ് എന്നുള്ളതാണ്. അപ്പൊ സയൻസ് എന്നുണ്ടായി എന്നുള്ളതും നമുക്കറിയാം. അതിനു മുമ്പുണ്ടായ എത്രയോ അനുഷ്ഠാനങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ആ അനുഷ്ഠാനങ്ങളെ സയൻസുമാക്കി കൂട്ടിക്കെട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുകയുള്ളൂ എന്ന് ചില മിഥ്യാധാരണകൾ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചു പോകുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ പരമ്പരാഗതമായ ആചാര അനുഷ്ഠാനങ്ങൾക്ക് പലപ്പോഴും ഈ ഓട്ടം സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ അറിയാം, പല ചർച്ചകളിലും ഒക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ആചാരത്തെക്കുറിച്ചും അനുഷ്ഠാനത്തെക്കുറിച്ചും കൃത്യമായ ഒരു ഉത്തരം നമുക്ക് കണ്ടെത്താനോ പറയാനോ പറ്റുന്നില്ല. അത് സ്വാഭാവികമാണ് എന്നുള്ളത് കൊണ്ടാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 4000 വർഷങ്ങൾ പഴക്കമുള്ള, നിരന്തരം മാറ്റം വന്നുകൊണ്ടിരുന്ന, പലതരം കലർപ്പുകളും കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളും വന്നുകൊണ്ടിരുന്ന വലിയൊരു പാരമ്പര്യമാണ് നമുക്കുള്ളത്.
അതിനൊരു കൃത്യമായ, അതായത് ഒരു കൃത്യമായ ഒരു സയന്റിഫിക് ആയിട്ട് നമ്മൾ അതിനെ വിലയിരുത്താൻ ഒരിക്കലും ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല. ഇപ്പം കണക്ക് പഠിക്കുമ്പോൾ 4ഉം 3ഉം കൂടെ കൂട്ടിയാൽ കൃത്യമായ ഒരു ഉത്തരമുണ്ട്, 7 എന്നൊരു ഉത്തരം കിട്ടും. 4ഉം 3ഉം 7 എന്നൊരു ഉത്തരമുണ്ട്. പക്ഷേ നമ്മുടെ ഇതിൽ അങ്ങനെ ഒരു കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഒരു കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ അത് ശരിയുമല്ല അങ്ങനെ ഉത്തരത്തിലേക്ക് എത്തുന്നത്. കാരണം ഒരാൾക്ക് തോന്നുന്ന ഉത്തരമാവില്ല മറ്റൊരാളിലേക്ക് എത്തുമ്പോൾ, മറ്റൊരാളുടെ അനുഭവമല്ല വേറൊരാൾക്ക്. അപ്പം ഓരോരുത്തർക്കും ഓരോ സമയത്തും പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാവുകയാണ് നമ്മുടെ ഈ ജീവിത, അല്ലെങ്കിൽ നമ്മുടെ ആരാധനാ സമ്പ്രദായങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ തന്നെ ഉള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഇത് നൂതനമാവുന്നത്, നിത്യനൂതനമാകുന്നത്. അതുകൊണ്ടാണ് ഒരിക്കലും നശിക്കാത്തതും അതുകൊണ്ടാണ്. അതായത് ഇതിന് പലതരത്തിലുള്ള കലർപ്പുകൾ ഉണ്ടാകുന്നു, കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ തന്നെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത് ആ ഒരു രീതിയിൽ തന്നെ ആവണം. അവിടെ അതിനെ സയൻസുമായി കൂട്ടി ബന്ധിപ്പിക്കേണ്ട ആവശ്യം ഒരിക്കലും വരുന്നുമില്ല. അപ്പൊ പുതിയ കാലത്തെ ജീവിത രീതിയിൽ പിന്നെ ഇതെങ്ങനെയാണ് ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഒരാളോട് എന്നുള്ളതാണെങ്കിൽ, സ്വാഭാവികമായും പിന്നെ മനുഷ്യനോട് പെരുമാറാൻ പഠിക്കുക എന്നുള്ളതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഞാൻ സൂചിപ്പിച്ച ഒരു വിഷയമാണ്. അപ്പോൾ ഹിന്ദു ധർമ്മത്തിലേക്ക് വീണ്ടും ഒന്ന് വന്നാൽ, നേരത്തെ പറഞ്ഞതുപോലെ പുനർജന്മത്തിലുള്ള ചില വിശ്വാസങ്ങൾ, മോക്ഷത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ, മുക്തി, മരണാനന്തരം ആത്മാവ് വിഷ്ണുപാദത്തിങ്കൽ ലയിക്കുന്നു എന്നൊക്കെയുള്ള ചില ഹൈന്ദവ വിശ്വാസങ്ങൾ, ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുള്ള മനുഷ്യരുടെ ഒരു സംഘമാണ് എന്ത് ഹൈന്ദവ ധർമ്മം, അല്ലെങ്കിൽ ഹിന്ദു മതം എന്ന് പറയുന്നത്, ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത്. ഈ ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്ന, ഈ ഹിന്ദു ധർമ്മത്തെ പിന്തുടരുന്ന ഏതൊരു വ്യക്തിക്കും സനാതനധർമ്മത്തെ പിന്തുടരാൻ ഒട്ടും പ്രയാസം ഉണ്ടാവില്ല. സനാതനധർമ്മത്തിന്റെ ജീവിത രീതികളെ മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഇതാണ് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അതായത് ഹിന്ദുധർമ്മവും സനാതനധർമ്മവും ഒന്നാണ് എന്നുള്ളത് കൊണ്ടാണ് സനാതനധർമ്മം ഇത്രമാത്രം എതിർക്കപ്പെടുന്ന ഒന്നായി മാറുന്നത്. അവിടെ ഹിന്ദു എന്ന് പറയുന്നത് വർഗീയമായി കാണുന്ന ഒരു മതമായി മാത്രം ഇതിനെ കാണുന്നു എന്നുള്ളതും വലിയ പ്രശ്നമുണ്ട്. ഇവിടെ അത് ഹിന്ദു എന്നതും ഒരു ആചാര രീതി, അല്ലെങ്കിൽ ഒരു ജീവിത രീതിയാണെന്നും, ആ ജീവിത രീതി നമ്മുടെ നാടിൻ്റെ വലിയ 4000 വർഷത്തോളം പഴക്കമുള്ള നമ്മുടെ പാരമ്പര്യത്തിൻ്റെതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, അതിൻ്റെ അകത്തെ കലർപ്പുകളെ കുറിച്ചും കൂട്ടിച്ചേർക്കലുകളെ കുറിച്ചും പുതുക്കലുകളെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും ഇതിനെ തള്ളിക്കളയാൻ നമുക്ക് പറ്റില്ല. നമുക്കറിയാം, ഈ ഹിന്ദു ധർമ്മത്തിലും ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ എത്രയോ മാറ്റം പുതിയ കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നു, നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് തന്നെയാണ് പറഞ്ഞത്, മാറ്റം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തണം. പക്ഷേ ഇതിനെ സയന്റിഫിക് ആയിട്ട് കണ്ടുകൊണ്ട് സയൻസ് അങ്ങനെ പറയുന്നത് കൊണ്ട് മാറ്റം വരുത്തണം എന്നൊരിക്കലും ഇതിനെ പറയാൻ പാടില്ല. പിന്നെ എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത്? പുതിയ കാലത്തിന്റെ ജീവിതക്രമവുമായി ബന്ധപ്പെടുത്തി ഇതിനെ മാറ്റം വരുത്തേണ്ട ചില ആവശ്യങ്ങൾ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാവും. അതുകൊണ്ട് ആധുനിക സയൻസ് ഗുണം പിന്നെ പാരമ്പര്യം എന്ന് പറയുന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുപോലല്ല, അതിനപ്പുറത്തേക്ക് ആധുനിക ജീവിത രീതിയെ സമം നമ്മുടെ ധർമാനുഷ്ഠാനം എന്നൊരു തരത്തിലേക്ക് അതിനെ കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. ആ ധർമാനുഷ്ഠാനങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ ജീവിതം, അല്ലെങ്കിൽ ആ ജീവിതത്തിലെ അവൻ്റെ ഭക്ഷണം, വസ്ത്രധാരണം, പെരുമാറ്റം തുടങ്ങി സഹജീവി സ്നേഹം, കരുണ, ഇതൊക്കെ അടങ്ങുന്ന ഒന്നായി മാറണം. ഇത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത് എന്നുള്ളിടത്താണ് പുതിയ കാലത്ത് സനാതന ധർമ്മം പ്രസക്തമാകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വീണ്ടും വന്നാൽ, ഈ ഡിജിറ്റൽ യുഗത്തിലെ സനാതന ധർമ്മത്തിൻ്റെ പ്രസക്തി ഉണ്ടോ എന്നുള്ളിടത്ത്
ഇപ്പോൾ അതിനൊരു ഉത്തരം നമുക്ക് സ്വാഭാവികമായും കിട്ടും. കാരണം ഡിജിറ്റൽ യുഗം, ഈ പുതിയ കാലം ആർക്കും ആരെയും വിശ്വാസമില്ലാത്തൊരു കാലമാണ്. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാൻ തയ്യാറാകുന്ന ഒരു കാലം. പണത്തിൻ്റെ പിന്നാലെ പോകുന്ന, അല്ലെങ്കിൽ പണം മാത്രമാകുന്നു ലക്ഷ്യം, പണം മാത്രം ലക്ഷ്യമാക്കി പോകുന്ന ഒരു വലിയ സമൂഹത്തിന്, പുതിയ സമൂഹത്തിന് നമുക്കാണ്. ബന്ധങ്ങൾക്ക്, ഒരു കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത പുതിയ യുവതലമുറ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട തലമുറ. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, അവനവനെ തന്നെ വിശ്വാസമില്ലാതായി മാറി കുറച്ചാൾ വരുമ്പോൾ അവനവനിലേക്ക് തന്നെ നോക്കിയിട്ട് സത്യത്തില് ആത്മസാക്ഷാത്കാരം നേടുക എന്നുള്ളതൊക്കെ അർത്ഥത്തിലല്ല അവനവനിലേക്ക് നോക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ ആരാണെന്നും എൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്നും തിരിച്ചറിയാനുള്ള അവനവനിലേക്കുള്ള നോട്ടമാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ ഇതല്ല, അവനവനിലേക്ക് തന്നെ ഒതുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ പുതിയ കുട്ടികൾ അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ടവർ ചെയ്യേണ്ട യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്നുള്ള വലിയ ചോദ്യം അവനവനിലേക്ക് തന്നെ ചോദിക്കണം. ഈ വലിയ പ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തിൽ എൻ്റെ സ്ഥാനം എവിടെയാണെന്നൊരു ചോദ്യം ചോദിക്കണം. ഈ ഭൂമി, ഈ ഭൂഗോളത്തില്, ഈ വലിയ എന്താണ് ഈ സൗരയൂഥം, ആ സൗരയൂഥത്തിൽ എത്രയോ സൗരയൂഥങ്ങളിൽ ഒരു സൗരയൂഥത്തിൽ, ഒരു ഭൂഗോളത്തിൽ, അതിൽ കുറേയധികം ജലം ഉള്ള ഒരു ഗോളത്തിന്റെ കുറച്ച് കരയിൽ, ഏതോ ഒരു കരയിൽ, ഏതോ ഒരു മൂലയിൽ ഒരൊറ്റത്തിരിക്കുന്ന ഞാൻ ആരാണ് എന്നുള്ള ചിന്ത സ്വയം അന്വേഷിക്കുമ്പോൾ തിരിച്ചറിയും ഞാൻ ആരുമല്ല എന്നും. ഞാൻ നേടിയെടുത്തത് എൻ്റെ വിരൽത്തുമ്പിൽ, എൻ്റെ മൊബൈൽ ഫോണിൻ്റെ തുമ്പിൽ ലോകം മുഴുവൻ കാണാമെന്നും എല്ലാത്തിനെയും വെട്ടിപ്പിടിക്കാമെന്നും പണം കൊണ്ട് എന്തും നേടാമെന്നും ഒക്കെ വിചാരിക്കുന്ന മനുഷ്യൻ ഒന്നുമല്ലെന്നും നിമിഷാർദ്ധങ്ങൾ കൊണ്ട് ഇല്ലാതായി തീരുന്നതാണെന്നും അകത്തേക്കെടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടാൻ പോലും പറ്റുമോ എന്ന് പോലും നമുക്ക് അറിയാൻ ഉറപ്പില്ലാത്തൊരു കാലത്ത്, അല്ലേ? അങ്ങനെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മൾ അകത്തേക്ക് ശ്വാസം എടുക്കുന്നുണ്ട്, അത് പുറത്തേക്ക് പോവുമോ, ആ പുറത്തേക്ക് പോകുന്നത് കാണാൻ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന് പോലും അറിയാൻ വയ്യാത്ത വലിയൊരു എന്താണ് ആ വാക്ക്, ഒരു പ്രഹേളികയാണ് ഈ ജീവിതം യഥാർത്ഥത്തിൽ. അവിടെയാണ് നമ്മൾ പുതിയ കാലത്ത് എല്ലാം നേടിയെടുക്കൂ എന്ന് പറയുന്നത്. ഒരു ധർമ്മവും വേണ്ട, ഞാൻ മാത്രം മതി എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇക്കാലത്താണ് സനാതന ധർമ്മത്തിന് ആവശ്യകത ഉള്ളത് എന്ന് നമുക്ക് ഉറപ്പായും പറയാം. പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കിയാൽ കുടുംബ ബന്ധങ്ങളും സ്നേഹവും ഒക്കെ ഒരുപക്ഷെ കൂട്ടുകുടുംബ വ്യവസ്ഥയിലൊക്കെ ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പരസ്പരം സഹകരിച്ചും ഒരുമിച്ചും ഒക്കെ ജീവിച്ചിരുന്ന മനുഷ്യരുണ്ടായിരുന്ന ഏകാന്തതയും ഇഷ്ടപ്പെടുന്ന പുതിയ തലമുറ എത്തിച്ചേരുമ്പോൾ അവിടെ ആ ജീവിത രീതി മനുഷ്യനെ ഇല്ലാതാക്കി തീർക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനും ഏറ്റവും പ്രധാനമായി കൺസിഡർ ചെയ്യാനും പരിഗണിക്കാനും, ഒരാളെ സഹജീവിയെ സ്നേഹിക്കാനും സഹജീവിയെ പരിഗണിക്കാനും പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സനാതന ധർമ്മത്തിൻ്റെ മൂല്യങ്ങൾ. ആ മൂല്യം അനുസരിച്ച് ജീവിക്കാൻ പഠിച്ചാൽ ഏതൊരാൾക്കും ഈ പുതിയ കാലത്ത് വിജയം ഉറപ്പ് തന്നെയാണ്. അല്ലെങ്കിൽ അവനവനിലേക്ക് തന്നെ ഒതുങ്ങി ഇല്ലാതായിത്തീരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സനാതനധർമ്മത്തിൻ്റെ പാതയിലൂടെ വളരാൻ, സനാതനധർമ്മത്തെ അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. 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 സനാതനധർമ്മത്തിൻ്റെ മൂല്യങ്ങളെ വളരെ മനോഹരമായിട്ട്, വളരെ സരളമായ ഭാഷയിൽ എവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഡോക്ടർ ശ്രീകാന്ത് കടിയക്കോല് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും വളരെ ഭംഗിയായിരുന്നു എന്ന്
എടുത്തു പറയേണ്ട കാര്യമില്ല. ഏതായാലും വളരെ നന്നായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കുവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് പറയുവാനോ ആശംസിക്കുവാനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ട് വരണം എന്ന് വളരെ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ജയശങ്കര. എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജയകൃഷ്ണൻജി പറഞ്ഞ പോലെ നമുക്ക് ശരിക്കും തക്ക രീതിയിലാണ് അത് അവതരണം നടന്നത്. പിന്നെ ആചാര്യസ്വാമികൾ പറഞ്ഞ പോലെ നമ്മളുടെ ഉയർച്ച, പിന്നെ ഏത് ഡിജിറ്റൽ യുഗം വന്നാലും എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഉള്ള വിശ്വാസം നല്ല പാതയിൽ കൂടി നമ്മൾ സഞ്ചരിക്കുക. അതൊക്കെ പറഞ്ഞത് വളരെ എങ്ങനെ ആയി കഴിഞ്ഞാൽ. പിന്നെ എൻ്റെ ഒരു സംശയം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഹൈന്ദവ വിശ്വാസം എന്ന് പറഞ്ഞല്ലോ, അത് ഈ മറ്റുള്ള സമുദായക്കാർക്കും ആയിക്കൂടെ? എൻ്റെ ഒരു സംശയം പറയുക, മുസ്ലിമിനായാലും ക്രിസ്ത്യാനികൾക്കായാലും അവർക്ക് ഒഴിവാക്കാൻ പറ്റുമല്ലോ. അപ്പൊ അവർ ചിന്തിച്ചു കഴിഞ്ഞ്, ഞാൻ മതമൊന്നും അല്ല പറഞ്ഞത് എങ്കിലും പറയുകയാണ്, അവർക്കും ഇതായിക്കൂടെ? അങ്ങോട്ട് അതൊരു സംശയം ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ആരാണ് ഹിന്ദു അല്ലാത്തത് എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു വിശാലമായ ഒരു അർത്ഥത്തിലാണ് അത് പറയുന്നത്. ഇവിടെ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ സിഖ് എന്നോ ഒന്നും ഇല്ലാത്ത, ഹിന്ദു എന്നോ ഇല്ലാതെ എല്ലാവരും ഈ ഹൈന്ദവ സംസ്കൃതിയുടെ ഭാഗമായി തന്നെ നിൽക്കേണ്ടവരാണെന്നും അത് ഒരു ജാതി മതത്തിന്റെ ഒരു കെട്ടുപാടിൽ നിൽക്കുകയല്ല എന്നും ഈ ഒരു ജീവിത രീതി അനുഷ്ഠിച്ചുകൊണ്ട് പോവുകയാണ് വേണ്ടതെന്നും മറ്റ് നേരത്തെ പറഞ്ഞ ഇതര മതങ്ങളൊക്കെ തന്നെ ഇന്ത്യക്ക് വെളിയിലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവുകയും അവിടുത്തെ ഒരു പാരമ്പര്യവും സംസ്കാരവും കൊണ്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തതാണ്. എന്നാൽ നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് മറ്റ് ഇതര വിശ്വാസ പ്രമാണങ്ങളെക്കാൾ നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ ആയിരത്താണ്ടുകൾ പഴക്കമുള്ളതും മറ്റൊരു തരത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായൊരു സംസ്കൃതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുസ്ലിം ആയിക്കോളൂ അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനി ആയിക്കോളൂ, പക്ഷേ നിങ്ങൾ ഈ സനാതന ധർമ്മത്തിന്റെ ഈ ജീവിതചര്യകളെ നിങ്ങൾ അനുസരിക്കുകയോ ആ തരത്തിൽ ജീവിക്കുകയോ ചെയ്യേണ്ടതാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. വാക്കുകൾ ഒരുപാട് നല്ല അനുഭവങ്ങൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വളരെ സന്തോഷം ശ്രീകാന്ത്ജി. ഞാൻ ജ്യോതിഷാണ്. നമ്മുടെ ഇന്ന് ഈ വേദി അലങ്കരിക്കാനായി ഒരു മഹത് വ്യക്തി കൂടി നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റാരുമല്ല, പ്രശസ്തനായ, നമ്മുടെ ഭാരതത്തിൽ അറിയപ്പെടുന്ന പ്രശസ്തനായ ഒരു ഓർത്തോപെഡിക് സർജനാണ് ഡോക്ടർ ശ്രീധരൻ നമ്പൂതിരി. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം നമ്മുടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അങ്ങയുടെ പ്രഭാഷണം കേൾക്കുവാനായിട്ട്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം കോയമ്പത്തൂർ കോവൈ മെഡിക്കൽ കോളേജിൽ ഓർത്തോപെഡിക് വിഭാഗം ഹെഡ് കൂടിയാണ്. ഞാൻ അദ്ദേഹത്തിനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീധരനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി നമ്മുടെ ഇന്നത്തെ ഈ സനാതന ധർമ്മ സഭാമൃതം എന്ന ഈ പരിപാടിയെ കുറിച്ചുള്ള അങ്ങയുടെ ഒരു വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഡോക്ടർ ശ്രീധരൻ നമ്പൂതിരി. ജ്യോതിഷ്, വളരെ നല്ല പ്രോഗ്രാം ആയിരുന്നു. പിന്നെ ഡോക്ടർ ശ്രീകാന്ത് കടിയക്കോൽ വളരെ നല്ലതായിട്ട്, വളരെ ലളിതമായിട്ട് തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു. മുഴുവൻ കേട്ടു, അദ്ദേഹത്തിന്റെ പ്രഭാഷണം മുഴുവൻ കേട്ടു. വളരെ അർത്ഥവത്തായിട്ട് വളരെ സ്ഥലത്ത് തന്നെ വളരെ ചുരുക്കി തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഇപ്പോഴും ശരിക്കും ഈ കാര്യങ്ങൾ, നമ്മൾ ഈ സനാതന ധർമ്മത്തെ കുറിച്ചൊരു ടോക്ക് ഞാൻ വളരെ കാലമായിട്ട് കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. വളരെ നന്ദി. താങ്ക് യു. വളരെ സന്തോഷം ശ്രീധരേട്ട അങ്ങയുടെ വാക്കുകൾക്ക്. എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ശ്രീകാന്ത്ജി വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതി, വളരെ സരളമായി തന്നെയാണ് സനാതന ധർമ്മത്തെ കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചത്.
വളരെ സന്തോഷം ശ്രീകാന്ത്ജി അങ്ങയുടെ ഈ വേദിയെ അലങ്കരിച്ചതിൽ. തീർച്ചയായിട്ടും തുടർന്നും നമ്മുടെ ഈ പ്രസ്ഥാനവുമായി സഹകരിക്കണം എന്നുള്ള ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അങ്ങയുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പരിപാടി ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ജയേട്ടനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് വളരെ വളരെ സന്തോഷമായി. കാരണം ജ്യോതിഷേട്ടന് ഇങ്ങനെ വിളിച്ചു പറയുമ്പോ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ആൾക്കാരോട് പങ്കുവെക്കുമ്പോൾ എൻ്റെ അറിവുള്ള കാര്യം മാത്രമല്ല, എനിക്കും കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി ഇതിനെക്കുറിച്ചൊക്കെ. എന്തായാലും നിങ്ങളുടെയൊക്കെ നല്ല വാക്കുകൾക്ക് വളരെ ഞാനും നന്ദിയുള്ളവരാണ്. എൻ്റെ സ്നേഹവും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സന്തോഷം. ജ്യോതിഷേ, ഞാൻ ശ്രീ ഡോക്ടർ ശ്രീകാന്ത് കടിയക്കോലിന്റെ പ്രഭാഷണത്തിന് ശേഷം ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. ഒരുപക്ഷെ ജ്യോതിഷ് കേട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ എന്നായാലും ഒന്നുകൂടി അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നാം ഏവർക്കും എന്നിവിടെ നിന്ന് വിടവാങ്ങാം. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. ജയശങ്കര. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശങ്കര, ജയശങ്കര. ജയശങ്കര.